So hello everyone, we are going to start our class. ഇപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറഞ്ഞ അടുത്ത ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടുന്ന പ്രധാന പോയിൻ്റാണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ്സിലും പറയാണ്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും സാധാരണ HSST പോലുള്ള എക്സാമിനേഷന് ചോദിക്കുന്നതാണ്. സാധാരണ ഇതേപോലുള്ള ഈ ലെവലിലുള്ള എക്സാമിനേഷന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡി അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഡി അലംബേർട്സ് പ്രിൻസിപ്പിളിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ബേസിക് ഐഡിയ. ഡി അലംബേർട്ട് പ്രിൻസിപ്പിൾ കൺവേർട്സ് ഡൈനാമിക് പ്രോബ്ലം ഇൻറ്റു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പ്രോബ്ലം ബൈ ഇൻട്രൊഡ്യൂസിങ് ഇനർഷ്യൽ ഫോഴ്സ്. അപ്പോൾ അത് എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു മാസ് ഉണ്ട്, ആ മാസ് എം ആണ്, മാസ് എം. ആ മാസിൻ്റെ മേലെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു മാസ് എം ആണ്, ഇതിൻ്റെ മേലൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മാസ് മൂവ് ചെയ്യുമല്ലോ, മാസ് എ ആക്സിലറേഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ നേരത്തെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം, ന്യൂട്ടൻ്റെ ഇക്വേഷനാണിത്. എഫ് ഈക്വൽസ് ടു എം എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഉള്ള ഇക്വേഷനാണ് എഫ് ഈക്വൽ ടു എം എ. ഒരു എ ഇസ് ദ ആക്സിലറേഷൻ ഓഫ് ദ മാസ്, എഫ് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ മാസ്. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണമെന്ന് കരുതുക. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ? ഈ എം എനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് മൈനസ് എം എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എഫ് മൈനസ് എം എ ഈക്വൽ ടു 0. ഇനി നമ്മൾ ഡി അലംബേർട്ട് പ്രിൻസിപ്പിൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ മൈനസ് എം എ ഉണ്ടല്ലോ, ഇതിനെ നമ്മളൊരു വേറൊരു ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യും. മൈനസ് എം എനെ എന്താണ് ആ ഫോഴ്സിൻ്റെ പേരായിട്ട് നമ്മൾ കൊടുക്കുക? ഇനേർഷ്യൽ ഫോഴ്സ് എന്നാണ് നമ്മളതിനെ പറയുന്ന പേര്, ഇനേർഷ്യൽ ഫോഴ്സ്. മൈനസ് എം എനെ നമ്മൾ ഇനേർഷ്യൽ ഫോഴ്സായിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് മൈനസ് എം എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് എഫ് ഇനേർഷ്യ, അതായത് അപ്ലൈഡ് ഫോഴ്സ് പ്ലസ് ഇനേർഷ്യ ഫോഴ്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫോർമുല നമുക്ക് കിട്ടും, അപ്ലൈഡ് ഫോഴ്സ് പ്ലസ് ഇനേർഷ്യൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് എഫ്, ഇനേർഷ്യൽ ഫോഴ്സ് മൈനസ് എം എ. അപ്പോൾ എഫ് പ്ലസ് എഫ് ഇനേർഷ്യ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ കോൺസെപ്റ്റ് അപ്പോൾ ഇവിടെ എന്തായി? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0 ആയി. ആക്ച്വലി ബോഡിയുടെ മേലെ ഒറ്റ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതെന്താണ്? അപ്ലൈഡ് ഫോഴ്സ് എഫ് ആൻഡ് ബോഡിക്ക് ആക്സിലറേഷനും ഉണ്ട്, അതാണ് ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ മൈനസ് എം എ എന്നുള്ളതിനെ ഒരു ഇനേർഷ്യൽ ഫോഴ്സ് ആയിട്ട് എടുത്തിട്ട് അതിനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ സമയത്ത് റിയാലിറ്റിയിൽ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ട്, എവറിത്തിങ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. പക്ഷേ നമ്മൾ ഡൈനാമിക് പ്രോബ്ലം, നമ്മളതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനൊരു സ്റ്റാറ്റിക് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ മൈനസ് എം എനെ ഇനേർഷ്യൽ ഫോഴ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഈ പാർട്ടിക്കിളിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് മാറും. അപ്പം വെൻ വി സോൾവ് ദ പ്രോബ്ലം വി ക്യാൻ സോൾവ് ഇറ്റ് ഈസിലി. കാരണം നമുക്കൊരു ഡൈനാമിക് പ്രോബ്ലത്തെ, മൂവ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെ നമുക്കൊരു സ്റ്റാറ്റിക് പ്രോബ്ലമായിട്ട്, അതായത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്തിൻ്റെ ഡി അലംബേർട്ട് പ്രിൻസിപ്പിളിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എഫ് പ്ലസ് എഫ് ഇനർഷ്യ ഈക്വൽ ടു 0 അല്ലെങ്കിൽ എഫ് മൈനസ് എം എ ഈക്വൽ ടു 0, ഇതാണ് ഡി അലംബേർട്ട് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൽ സാധാരണ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതേപോലുള്ള എക്സാമിനേഷൻ ചോദിക്കുന്ന വെർച്വൽ വർക്കിൻ്റെ ഇക്വേഷൻ ചിലപ്പോൾ ചോദിക്കും. സാധാരണ ഈ ഇക്വേഷനാണ് ചോദിക്കാറ്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ റിലേറ്റഡ് ഇക്വേഷനും പഠിക്കാം. അപ്പോൾ വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഇത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ഇമാജിനറി കോൺസെപ്റ്റാണ്. എന്ത്? ആക്ച്വലി പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മൈനസ് എം എന് ഇനർഷ്യൽ ഒരു ആക്ച്വൽ ഫോഴ്സായിട്ട് എടുക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഡൈനാമിക് പ്രോബ്ലം ഒരു സ്റ്റാറ്റിക് പ്രോബ്ലം ആയിട്ട് മാറി. അതേപോലെ തന്നെ നമുക്കിവിടെ വെർച്വൽ വർക്ക്, ദ നെറ്റ് വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ഉണ്ടാക്കാം. അതിനാണ് നമ്മൾ വെർച്വൽ വർക്ക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വൽ വർക്കല്ല, അത് വെർച്വൽ വർക്കാണ്.
അപ്പോൾ വെർച്വൽ വർക്ക് കൺസെപ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് പറയുക, നമ്മളൊരു വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കും ഡെൽ ആർ ഐ. അതായത് നമുക്ക് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ith പാർട്ടിക്കിൾസിൻ്റെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽ ആർ ഐ എന്ന് പറഞ്ഞാൽ വളരെ സ്മാൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കും. സ്മാൾ ഇമാജിനറി ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങളിത് പറഞ്ഞത് ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. കാൽക്കുലേഷന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റാണത്. അതായത് ഒരു ഇമാജിനറി ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽ ആർ ഐ എന്നെടുത്ത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് അറിയെങ്കിൽ ഫോഴ്സ്, നമുക്ക് ith പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് അറിഞ്ഞു ഡെൽ ആർ ഐ ആണ്. ith പാർട്ടിക്കിളിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? എഫ് ഐ മൈനസ് എം ഐ ith പാർട്ടിക്കിളിൻ്റെ മാസ്, ith പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ, അതിൻ്റെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് അക്കോർഡിംഗ് ടു ഡിയലംബർട്ട് പ്രിൻസിപ്പിൾ. അപ്പം നെറ്റ് ഫോഴ്സ് ഡോട്ട് നമുക്കറിയാം എഫ് ഡോട്ട് ഡി എസ് ആണ് എന്ത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് ഐ മൈനസ് എം ഐ ഡോട്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ കാരണം ഇത് നമുക്ക് ഇതെങ്ങനെ 0 എന്ന് കിട്ടിയെന്ന് അറിയാം. നിങ്ങളോർക്ക് ഈ 0 എന്ന് എന്തുകൊണ്ടാണ് എഴുതിയെന്ന്, ഈ സാധനം ഓൾറെഡി ഡിയലംബർട്ട് പ്രിൻസിപ്പിളിൽ നിന്ന് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഓൾറെഡി എഴുതി. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫോഴ്സ് പ്ലസ് ഇനേർഷ്യൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ ഇത് 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഡെൽ ആർ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ വെർച്വൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. സോ അപ്പോൾ പിന്നെ ഇവിടെ സമ്മേഷൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ith പാർട്ടിക്കിളിൻ്റെതാണ് അത് എഴുതിയത്. പിന്നെ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ ആണെങ്കിൽ എല്ലാ പാർട്ടിക്കിളിൻ്റെയും നെറ്റ് വർക്ക് ഡൺ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എല്ലാ പാർട്ടിക്കിളിൻ്റെയും വെർച്വൽ വർക്ക് ഡൺ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതാണ് വെർച്വൽ വർക്ക് ഡൺ. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതാണ് ജനറൽ ഫോം ഓഫ് ഡിഅലംബർട്ട് പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണത്, ഡിഅലംബർട്ട് പ്രിൻസിപ്പിളിൻ്റെ ജനറൽ ഫോം. മറ്റതും ഡിഅലംബർട്ട് പ്രിൻസിപ്പിളാണ്, അതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടോട്ടൽ വെർച്വൽ വർക്ക് ഡണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷനാണിത്. ഓക്കെ. അപ്പോൾ ഡിഅലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ടോട്ടൽ വെർച്വൽ വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0 അങ്ങനെ പറയാം. അല്ലെങ്കിൽ മറ്റേ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി, the total force acting on the body is equal to 0. ഒരു നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0. ഒരു നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സ് പ്ലസ് ഇനേർഷ്യൽ ഫോഴ്സ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എഫ് ഐ ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്, എം ഐ ഈക്വൽ ടു ഇനേർഷ്യൽ ഫോഴ്സ്, ഡെൽ ആർ ഐ ഈക്വൽ ടു വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഡിഅലംബർട്ട് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ വെർച്വൽ വർക്ക് applied force and inertial force for a dynamic system in motion is 0. അപ്പോൾ നോക്ക്, ഡൈനാമിക് സിസ്റ്റത്തിൻ്റെ ആക്ച്വൽ വർക്ക് ഡൺ എന്തല്ല 0 ആകൂല. കാരണം ഒരു ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ദർ വിൽ ബി എ നെറ്റ് വർക്ക് ഡൺ, അതർവൈസ് ദർ വിൽ ബി നോ ആക്സിലറേഷൻ. കൈനറ്റിക് എനർജി ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ടെന്നാണ് അർത്ഥം. വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ച് ആവും. വെൻ ദർ ഇസ് എ കൈനറ്റിക് എനർജി ദർ മസ്റ്റ് ബി എ നെറ്റ് വർക്ക് ഡൺ. അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, വർക്ക് എനർജി തിയറത്തിൽ സ്കൂളിൽ നിന്ന് 11th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. വർക്ക് എനർജി പ്രകാരം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഒരു വർക്ക് ഡൺ, ആക്ച്വൽ വർക്ക് ഡൺ 0 അല്ല, പക്ഷേ വെർച്വൽ വർക്ക് ഡൺ 0 ആണ്. കാരണം എന്താണ്? നമ്മൾ ആക്ച്വൽ ഫോഴ്സും പ്ലസ് ഇനേർഷ്യൽ ഫോഴ്സ് 2 ഫോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് പ്ലസ് ഇനേർഷ്യൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അതാണെന്ത് ഡിഅലംബർട്ട് പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മളതിന് വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു. ഇനി ഏത് രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞാലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ എഫ് മൈനസ് എ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഡെൽ ഓഫ് സമ്മേഷൻ ഓഫ് എഫ് ഐ മൈനസ് എം ഐ എ ഐ ഡോട്ട് ഡെൽ ആർ ഐ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ നമുക്ക് എഫ് ഐ മൈനസ് എം ഐ എ ഐ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓർ എഫ് ഐ ഈക്വൽ ടു എം ഐ എ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പിന്നെ ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇറ്റ് കൺവേർട്സ്
8 കൺവേർട്സ് ന്യൂട്ടൺ ലോ നമുക്ക് ഇതിൽ നിന്ന് ന്യൂട്ടൺ ലോ ഉണ്ടാക്കാൻ പറ്റും. ന്യൂട്ടൺ ലോ കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് എഴുതാൻ പറ്റും. F - m = 0. അപ്പോൾ അതുകൊണ്ട് അതൊരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിനെ റിസംബിൾ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അതായത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലെവലിലേക്ക് നമ്മുടെ ഇക്വേഷൻ വരുന്നുണ്ട് നമ്മൾ D'Alembert പ്രിൻസിപ്പിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ. അതായത് ആക്ച്വലി മൂവിങ് സിസ്റ്റത്തെ നമുക്കൊരു സ്റ്റാറ്റിക് സിസ്റ്റം പോലെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഇത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനാണെങ്കിൽ നമ്മൾ I = 1 to n നമ്മൾ വരെ നമ്മൾ അതിനെ സമ്മ് ചെയ്യണം. ഓക്കെ, ഇനി ഈ D'Alembert പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഡിറൈവ് ചെയ്യാനൊന്നും നമുക്ക് MCQ ആണ്, ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ അല്ല. ഡിറൈവ് ചെയ്യാനൊന്നും ചോദിക്കില്ല. അപ്പോൾ ഇതിലെ ഫൈനൽ എക്സ്പ്രഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്ക്, ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ്, ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഓൾറെഡി കൺസ്ട്രെയിൻസിനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൺസ്ട്രെയിൻറ്റ് ഫോഴ്സിനെ പ്രത്യേകം എടുത്ത് എഴുതിയിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ അതിൽ കൺസ്ട്രെയിൻസ് ഇല്ല, കൺസ്ട്രെയിൻസിനെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ കൺസ്ട്രെയിൻസിൻ്റെ ഇക്വേഷൻ കൂടെ നെറ്റ് ഫോഴ്സ് എഴുതുമ്പോൾ കൺസ്ട്രെയിൻസിൻ്റെ ഇക്വേഷൻ കൂടെ നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ അത് പ്രോബ്ലംസിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാർട്ടീഷ്യൻ D'Alembert പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ലഗ്രാഞ്ചിയൻ ഫോർമാലിസം എഴുതുമ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റിലാണ് നമ്മൾ ലഗ്രാഞ്ചിയൻ ഫോർമാലിസം എഴുതുക. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പെൻഡുലത്തിൻ്റെ ലഗ്രാഞ്ചിയൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താണ്? തീറ്റയാണ്. പിന്നെ ബെഡ് ഓൺ റിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നിങ്ങളെ കയ്യിൽ ആ വള ഉണ്ടല്ലോ, അത് തന്നെയാണ് സാധനം. ഇതൊരു വളയാണ് കരുതുക, വള, അതിൽ ഒരു ചെറിയ മുത്ത്, ഉണ്ട്. ബെഡ് ഓൺ റിങ്. ഈ റിങ്ങിന് ഈ മുത്ത് ഈ വളയിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്, വളയിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പോൾ അത് സർക്കുലർ പാത്തിലല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പിന്നെ സിമ്പിൾ പെൻഡുലം എന്താണ്? സർക്കുലർ പാത്താണ്. ഇപ്പോൾ ബെഡ് ഓൺ റിങ് ആണെങ്കിലും നമുക്ക് ഒറ്റ R ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഒരു കൺസ്ട്രെയിൻ്റ് ആയി, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ ആംഗിൾ മാത്രം മതി അതിൻ്റെ ലൊക്കേഷൻ നിർണ്ണയിക്കാൻ. അപ്പോൾ അവിടെ എന്താണ്? ജനറലൈസ്ഡ് കോർഡിനേറ്റ് തീറ്റയാണ്. പാർട്ടിക്കിളിന് സ്പേസ് ആകുമ്പോൾ എക്സ് വൈ ഇസഡ്, പാർട്ടിക്കിളിന് സ്പേസ് XYZ, അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ്. 3D ഒരു കൺസ്ട്രെയിൻസ് ഇല്ലെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഈ D'Alembert പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ഈ D'Alembert പ്രിൻസിപ്പിളിൽ നിന്ന് നമ്മൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയും. പക്ഷെ അതിൻ്റെ സ്റ്റെപ്പും ഡെറിവേഷനൊന്നും എന്താവശ്യമില്ല. അതിൻ്റെ സ്റ്റെപ്പും ഡെറിവേഷനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫൈനൽ എക്സ്പ്രഷൻ പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ∆Ri ഇവിടെ നോക്കുക, ഇതാണ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ആ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ∆Ri by ∂Qj = ∆Qj. അതിനെ എഴുതാം. ഇവിടെ J എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സിൻ്റെ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യും. I എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ നമ്പർ, ith പാർട്ടിക്കിൾ I = 1 to n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ I = 1 to n. J എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ആണ്. കോർഡിനേറ്റ് നമുക്ക് 3 ഡയമെൻഷണൽ സിസ്റ്റം ആകുമ്പോൾ 3 കോർഡിനേറ്റ് ഉണ്ടാവും. സ്ഫെറിക്കൽ കോർഡിനേറ്റ് ആണെങ്കിൽ r, θ, φ. ഓക്കെ, അപ്പോൾ J = 1 ആകാം, J = 2, J = 3, അല്ലെങ്കിൽ J = r, J = θ, J = φ. അപ്പോൾ J എന്ന് ഇവിടെ പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ കോർഡിനേറ്റ്സിനെയാണ്. I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് പാർട്ടിക്കിളിൻ്റെ ആ നമ്പറിനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ D'Alembert പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. നിങ്ങൾ ഇതേപോലെ ഇത് മനസ്സിലാക്കണം. ഈ D'Alembert പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ∆Ri എന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ഇക്വേഷൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഈ ഫോർമുലയെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതും. അങ്ങനെ എഴുതുമ്പോൾ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ∆Qj ഉണ്ടല്ലോ, ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ∆Qjനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കിയുള്ള സാധനം ഉള്ളിൽ വരുമല്ലോ, അപ്പോൾ ഉള്ളിൽ വരുന്നു. അപ്പോൾ ഇത് = 0 ആണെങ്കിൽ
ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് എന്താകണം? 0 ആകണം. കാരണം ഡെൽ ക്യൂ ജെ എന്ന് പറഞ്ഞാൽ ഈ കോർഡിനേറ്റ്സിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഡെൽ ക്യൂ ജെ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. അത് നമ്മുടെ ഫോഴ്സിനെയും മറ്റേതിനൊന്നും ആക്സിലറേഷനെയും മാസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്യൂ ജെ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ അത് ആയതുകൊണ്ട് തന്നെ ഇത് 0 ആണെങ്കിൽ ഇതെന്തായാലും 0 ആവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം 0 ആക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ഉള്ളിലുള്ള ഈ സാധനത്തെ നമ്മൾ 0 ആക്കിയിട്ട് എടുത്തെഴുതി. നമ്മൾ ഇതിന് 0 ആക്കി എടുത്തെഴുതി. അപ്പോൾ ഇതിന് 0 ആക്കി എടുത്തെഴുതി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു ടേമിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതാണ് ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഡെറിവേഷന് ഇപ്പോൾ MSc പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ MSc ഡെറിവേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് MSc ക്ലാസ് അല്ല, നമ്മൾ HSST സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത കോഴ്സാണ്. പിന്നെ HSST പോലുള്ള വേറെ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അതിനും എന്താക്കാം, HSST പോലുള്ള വേറെയും കോഴ്സ് ഉണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ സെയിം സിലബസാണ് എല്ലായിടത്തും വരിക. സെയിം ക്വസ്റ്റ്യൻ സെയിം ഒക്കെ നിങ്ങൾ ഒരു എക്സാമിനേഷന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അത്ഭുതമായിട്ട് തോന്നും. ഞങ്ങൾ എല്ലാ എക്സാമിനേഷനും കോച്ചിങ് കൊടുക്കുന്നതുകൊണ്ടും ടെസ്റ്റ് കൊടുക്കുന്നതുകൊണ്ടും പറയുകയാണ്, മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും സെയിം ലെവലിൽ എക്സാമിനേഷന് വെരി സെയിം ക്വസ്റ്റ്യൻ, വെരി സിമിലർ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സെയിം ടു സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് മറ്റ് സിമിലർ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ടേമിന് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഇതിൽ ഈ MA ഇൻറ്റു ഡെൽ RI ബൈ ഡെൽ QJ എന്നുണ്ടല്ലോ, അതിനെ നമുക്ക് ജനറലൈസ്ഡ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനെന്തുകൊണ്ടാണ് ജനറലൈസ്ഡ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണല്ലോ. നമുക്കറിയാം F=ma. മാസിനെയും ആക്സിലറേഷനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ. അത് ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ വന്ന സാധനം നോക്ക്, ഡെൽ RI ബൈ ഡെൽ QJ എന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രാ വന്ന സാധനം ഉണ്ടല്ലോ, മുകളിൽ ഡെൽ RI അത് ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്, അടിയിൽ ഡെൽ QJ അതും കോർഡിനേറ്റ് ആണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റിലാണ്. രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് QJ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ സാധനം മൊത്തം ഒരു ഫോഴ്സിൻ്റെ യൂണിറ്റാണ് വരിക. അതുകൊണ്ട് നമുക്കതിനെ ജനറലൈസ്ഡ് ഫോഴ്സ് ആയിട്ട് എടുക്കാം. ഇനി ഈ ജനറലൈസ്ഡ് ഫോഴ്സിൽ നിന്ന് നമ്മൾ ലഗ്രാഞ്ചൻ ഡിറൈവ് ചെയ്യുന്നു. അപ്പോൾ ലഗ്രാഞ്ചൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുക? ആദ്യം നമ്മൾ കൈനറ്റിക് എനർജിയെ നമ്മൾ ഈ ജനറലൈസ്ഡ് ഫോഴ്സിൻ്റെ ടേമിൽ എഴുതും. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 1/2 mv² ആണെന്ന് നമുക്കറിയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 1/2 mv². അപ്പോൾ കൈനറ്റിക് എനർജി 1/2 mv² ആണെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും 1/2 mv² നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ T ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു സമ്മേഷൻ വെച്ചിട്ട് ഇവിടെ എഴുതിയത്. സമ്മേഷൻ I ഈക്വൽ ടു 1 to n എന്ന് വേണമെങ്കിൽ എഴുതാം. സമ്മേഷൻ I mi/vi². അപ്പോൾ നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടി. എല്ലാ പാർട്ടിക്കിളിൻ്റെയും കൈനറ്റിക് എനർജി നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ നമ്മൾ 1/2 mv² എന്ന് എഴുതിയില്ലേ, അതിനെ നമ്മൾ ഈ കൈനറ്റിക് എനർജീനെ d/dt ഓഫ് ഡോട്ട് T ബൈ ഡോ Q ഡോട്ട് J മൈനസ് ഡോട്ട് T ബൈ ഡോ QJ, ഇതിന് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ അതിൻ്റെ ഡെറിവേഷൻ എഴുതുന്നില്ല, അതിന് ഒറ്റ സ്റ്റെപ്പിലായിട്ട് എഴുതിയതാണ്. കാരണം നമ്മൾ എക്സാം ഓറിയൻറ്റഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡെറിവേഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ നമുക്ക് VIനെ നമുക്ക് ഇങ്ങനെ എഴുതാം. VI ഈക്വൽ ടു Q ഡോട്ട് J എന്ന് എഴുതാം. Q ഡോട്ട് I. VI എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് വെലോസിറ്റിയാണ്. അതെന്താണ്? dQ/dt ആണ്. അപ്പോൾ അതിനെ അങ്ങനെ കൊടുത്തിട്ട് ഇത് നിങ്ങൾ ഈ വാല്യൂ കണ്ടാൽ d/dt ഓഫ് ഡോട്ട് T ബൈ ഡോ Q ഡോട്ട് J വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. T ഈക്വൽ ടു 1/2 m ഇൻറ്റു Q ഡോട്ട് I². ടീനെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിനെ ഇതിൻ്റെ d/dt ഓഫ് ഡോട്ട് T ബൈ ഡോ Q ഡോട്ട് J മൈനസ് ഡോട്ട് T ബൈ ഡോ QJ എന്ന് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾക്ക് ഇതിന് ഇക്വാലൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് ഇക്വാലൻ്റ് ആയി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഓൾറെഡി നമുക്കറിയാം. ഇത് എന്താണ്? ഇത് നമ്മുടെ ജനറലൈസ്ഡ് ഫോഴ്സാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മളത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ ജനറലൈസ്ഡ് ഫോഴ്സ്. ഇവിടെ കാണാൻ പറ്റുന്നില്ല, ദാറ്റ് ഈസ് അവർ ജനറലൈസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്താം? ഈ d/dt ഇൻറ്റു ഡോട്ട് T, ഇവിടെ T എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്, ഡോട്ട് T ബൈ ഡോ Q ഡോട്ട് J എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് വെലോസിറ്റിയാണ്, മൈനസ് ഡോട്ട് T ബൈ ഡോ QJ എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ QJ എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ഫോഴ്സ്.
അപ്പോൾ ജനറലൈസ്ഡ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണിത്. ഇത് ജനറലൈസ്ഡ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ജനറലൈസ്ഡ് ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? ഇതാണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ഫോർമാറ്റ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇതിനിപ്പോൾ ലഗ്രാഞ്ചിയനെ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ടേമിൽ മാത്രം എഴുതിയേക്കാണ്. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ കൈനറ്റിക് എനർജിയുടെ ടേമിൽ മാത്രം. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേമിൽ കൂടി നമുക്ക് അതിന് എഴുതാൻ പറ്റും ജനറലൈസ്ഡ് ഫോഴ്സ്. ഇപ്പം നമ്മുടെ ഈ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ F ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് മൈനസ് dV/dr എന്ന്. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി dV/dr. പൊട്ടൻഷ്യൽ അല്ല, ഇലക്ട്രിക് ഫീൽഡാണ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ക്യാപിറ്റൽ V. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി V ആണെങ്കിൽ നമുക്ക് ഫോഴ്സിന് എങ്ങനെ എഴുതാം? ജനറലൈസ്ഡ് ഫോഴ്സിന് മൈനസ് ∂V/∂Qj. ഇവിടെ dr എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നർത്ഥം. ഇവിടെ നമ്മൾ അതിനെ ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ പേരിൽ എഴുതുന്നു ∂Qj എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം ജനറലൈസ്ഡ് ഫോഴ്സിനെ. അപ്പോൾ ജനറലൈസ്ഡ് ഫോഴ്സിന് നമുക്ക് രണ്ട് ഇക്വേഷനായി. ഒന്ന് കൈനറ്റിക് എനർജിയുടെ ടേമിലും എഴുതാം, രണ്ട് നമുക്ക് ജനറലൈസ്ഡ് ഫോഴ്സിനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ടേമിൽ എഴുതാം. ഇനി നമ്മൾ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. രണ്ടിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നോക്ക്, ഇവിടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് d/dt ഓഫ് ∂T/∂Q.j മൈനസ് ∂T/∂Qj ഈക്വൽസ് ടു മൈനസ് ∂V/∂Qj. ഓക്കെ, ഇപ്പോൾ ഈ മൈനസ് ∂V/Qj നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ അത് പ്ലസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും d/dt ഓഫ് ∂T/∂Q.j മൈനസ് ∂T/∂Qj പ്ലസ് ∂V/∂Qj ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം? ഇതിൽ നിന്ന് ഇവിടെ നമ്മൾ ഒരു ലഗ്രാഞ്ചിനെ ഡിഫൈൻ ചെയ്യണം. ലഗ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൈനറ്റിക് എനർജി മൈനസ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ലഗ്രാഞ്ചിയൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി മൈനസ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഈ ഫോർമുലയിൽ നമുക്ക് ഇവിടെ നമ്മൾ മൈനസ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ടേം നോക്ക്, ഞാൻ എഴുതാം d/dt ഓഫ് ∂Q.j. എന്നിട്ട് ടിക്ക് പകരം ഞാനവിടെ T-V എന്ന് എഴുതുന്നു. T-V എന്ന് എഴുതിയാലും എന്തില്ല, ടിക്ക് പകരം T-V എന്ന് എഴുതാം. കാരണം ഇവിടെ ഈ V ഉണ്ടല്ലോ Q.jനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. V ഈസ് എ ഫംഗ്ഷൻ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, നോട്ട് ജനറലൈസ്ഡ് വെലോസിറ്റി. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമ്മൾ ∂Q.jനെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ഇവിടെ T-V എന്ന് എഴുതിയാലും T എന്ന് എഴുതിയാലും രണ്ടും സെയിം ആണ്. കാരണം ∂Q.j ഓഫ് V ഈക്വൽ ടു 0 ആണ്. കാരണം V ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ Q.j. അപ്പം Q.jനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വിത്ത് റെസ്പെക്ട് ടു Q.jനെ കൊണ്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ T-V എന്ന് എഴുതാം. പിന്നെ ഇവിടെ ഈ മൈനസ് കോമൺ എടുത്താൽ ഇവിടെ നമുക്ക് മൈനസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ∂Qj കോമൺ എടുത്തു. അപ്പോൾ ഇവിടെ ഒരു T ഉണ്ട്, T ഇവിടെ -V എന്ന് കിട്ടും ഈക്വൽ ടു 0. അപ്പം നോക്ക്, ഇവിടെ T-V എന്താണ്? ലഗ്രാഞ്ചിയൻ അല്ലേ? T-V ലഗ്രാഞ്ചിയൻ. അപ്പോൾ ഈ ഇക്വേഷന് നമുക്ക് എങ്ങനെ എഴുതാം? ∂T ഓഫ് ∂L/∂Q.j മൈനസ് ∂L/∂Qj ഈക്വൽ ടു 0 നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതാണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഇത് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ, ലഗ്രാഞ്ചിയൻ അല്ല, ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ആ ലഗ്രാഞ്ചിയനിൽ നിന്ന് നമ്മൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതാണ് ഈ സാധനം കിടക്കുന്നത്. ജസ്റ്റ് ലൈക്ക് F ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ഇക്വേഷനാണ്. അതേപോലെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷനാണിത്. ഇതിൽ നിന്ന് ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അത് നമുക്കിവിടെ ആവശ്യമില്ല, അതുകൊണ്ട് ഡിറൈവ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ CSR നെറ്റിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ ഇതിനെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഇതിനെ വളരെ ഡീപ്പായിട്ട്, വളരെ ഡെപ്തായിട്ട് പോയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പം ഇത് നമ്മുടെ HSST മോഡൽ എക്സാമിനേഷനുള്ള കോഴ്സ് ആയതുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ∂L/∂Q.j മൈനസ് d/dt ഓഫ് ∂L/∂Q.j മൈനസ് ∂L/∂Qj ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതാണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ലഗ്രാഞ്ചിയൻ പറഞ്ഞാൽ T-V, ഇവിടെ എഴുതിയിട്ടുള്ളത് ലഗ്രാഞ്ചിയൻ ഇക്വേഷനാണ്. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നും കൂടി പറയാം. ഓക്കെ, ഇനി നമുക്ക്
ലഗ്രാഞ്ചിയൻ കാണാനുള്ള പ്രോബ്ലംസ് സാധാരണ HSST എക്സാമിനേഷൻ ചോദിക്കാറില്ല. സെറ്റ് എക്സാമിനേഷന് ഗേറ്റ് നെറ്റിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇക്വേഷൻ മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നെ വളരെ സിമ്പിൾ സിസ്റ്റത്തിൻ്റെ ലഗ്രാഞ്ച് നമുക്ക് എഴുതാം. ഓക്കെ, അതായത് വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ലഗ്രാഞ്ച് നമുക്ക് എഴുതാം. ഇനി നോക്കൂ, ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് നമുക്ക് പറയാം. ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സിലബസിലില്ല, എന്നാലും നിങ്ങളത് മനസ്സിലാക്കുന്നതിലാണ്. ഇനി വരാനുണ്ട് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഈ ലഗ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ലഗ്രാഞ്ചിന് ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ L-T/L=T-V, ഇതിൻ്റെ വാല്യൂ ഏറ്റവും നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ the Lagrangian equation tells us that the motion of a system follows the path that makes L=T-V is stationary. Stationary എന്ന് പറഞ്ഞാൽ മിനിമം. അപ്പോൾ T-V കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഏത് പോയിന്റിലാണോ മിനിമം ആകുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ നമ്മുടെ സിലബസിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത ക്ലാസ്സിലൊക്കെ. ഈ ക്ലാസ്സിലല്ല, ഹാമിൽട്ടോണിയനുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഞാൻ പറയുന്നത്, ഇവിടെ നിന്ന് ഞാനൊരു പാർട്ടിക്കിളിനെ ഇങ്ങനെ എറിഞ്ഞു എന്ന് കരുതാം. അപ്പോൾ അത് പാരാബോളിക് പാത്തിൽ ഇവിടെ എത്തുമല്ലോ, ഇവിടെ എത്തും. അപ്പോൾ ഇതിന് ഇങ്ങനെ ഫോളോ ചെയ്യാം, ഇങ്ങനെ പല പാത്തിൽ പോയിട്ടും അതിന് പോകാം. അത് ഏത് പാത്താണ് ആക്ച്വലി ഫോളോ ചെയ്യാമെന്നാണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നമ്മൾ പറയാം. ഏത് പാത്താണ് ഫോളോ ചെയ്യണം? ഏത് പാത്തിനാണോ കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി മിനിമമായിട്ടുള്ളത്, ആ പാത്താണ് എന്ത് ലഗ്രാഞ്ചിയന് നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യാം. അതായത് ലഗ്രാഞ്ചിയന് ഏതാണോ സ്റ്റേഷനറി ആയിട്ടുള്ളത്, ഏതാണോ മിനിമമായിട്ടുള്ളത്, അതാണ് നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആക്ച്വൽ പാത്ത്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ അത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കണം. അപ്പോൾ നമുക്ക് ഇനി ലഗ്രാഞ്ചിൻ്റെ അഡ്വാൻറ്റേജ് പറയാം. അത് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അപ്പം ലഗ്രാഞ്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചിയൻ മോഷൻ, ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ, ന്യൂട്ടോണിയൻ ഇക്വേഷൻസ് നമ്മൾ ആക്ച്വലി എഴുതുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റേഴ്സിലാണ്. ഇപ്പോൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ് നമ്മൾ എഴുതുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസിലി വർക്ക് വിത്ത് കൺസ്ട്രെയിൻസ്. കാരണം അത് ഓൾറെഡി കൺസ്ട്രെയിൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ കൺസ്ട്രെയിൻറ്റ് വേണ്ടിയിട്ട് ഒരു വേറെ ഇക്വേഷൻ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ യൂസസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, നോ നീഡ് ടു കാൽക്കുലേറ്റ് കൺസ്ട്രെയിൻറ്റ് ഫോഴ്സസ്, ഒക്കെ ഓൾറെഡി വന്നു അതിൽ തന്നെ. പിന്നെ സ്യൂട്ടബിൾ ഫോർ കോംപ്ലക്സ് സിസ്റ്റം. കോംപ്ലക്സ് സിസ്റ്റത്തിന് സ്യൂട്ടബിൾ എന്തുകൊണ്ടാണ്? കോംപ്ലക്സ് സിസ്റ്റത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൺസ്ട്രെയിൻറ്റ് ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെ കോംപ്ലക്സ് സിസ്റ്റത്തിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് ഫൗണ്ടേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫൗണ്ടേഷനാണ് എന്ത് ഈ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയനും കമ്പൈൻ ചെയ്തിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ഫൗണ്ടേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചില സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെതാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലഗ്രാഞ്ചിയനും അതിൻ്റെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷനും നമുക്ക് രണ്ടും എഴുതാം. ഓക്കെ, സെറ്റിനൊക്കെ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് HSSTക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതൊരു സിമ്പിൾ പെൻഡുലമാണ് കരുതുക. സിമ്പിൾ പെൻഡുലം, ഒരു പാർട്ടിക്കിൾ, ഇതാണ് നമ്മുടെ സിസ്റ്റം, ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇത് നമ്മുടെ X=, ഇതാണ് നമ്മുടെ ഒറിജിൻ. ഇതിങ്ങനെ മൂവ് ചെയ്യാണ്, സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യാണ്. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത് Y ആക്സിസ്, ഇത് X ആക്സിസ്, വെർട്ടിക്കലല്ല, അപ്പോൾ നമുക്കത് Y ആയിട്ട് എടുക്കാം. ഇത് ഒറിജിൻ. അപ്പോൾ ഇങ്ങോട്ട് നോക്ക്, ഇതാണ് ഒറിജിൻ കേട്ടോ. സർക്കിളിൻ്റെ സെൻറ്ററാണ് സർക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ മാത്രം കോർഡിനേറ്റ് മതി. അപ്പോൾ നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താണ്? തീറ്റ. ജനറലൈസ്ഡ് കോർഡിനേറ്റ് തീറ്റ. അപ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജി, അപ്പോൾ ഇവിടെ V=r തീറ്റ ഡോട്ട് എന്ന് വരാം. V=r തീറ്റ ഡോട്ട്. V=r തീറ്റ. ഇവിടെ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സർക്കിൾ. V=r തീറ്റ ഡോട്ട്. അപ്പോൾ r തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ലെങ്ത്ത് L, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് L, അല്ലെങ്കിൽ ഈ കയറിൻ്റെയോ ഈ ത്രെഡിൻ്റെ ലെങ്ത്ത്. നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൽ ഒരു ത്രെഡ് ഉപയോഗിക്കുമല്ലോ, ഇത് മാസ് M, ആ ലെങ്ത്തിൻ്റെ L ആണ്. അപ്പോൾ V=L തീറ്റ ഡോട്ട്. അപ്പോൾ V² എന്താവും? ഇതിൽ നമുക്ക് V² എഴുതാം. V² = L² തീറ്റ ഡോട്ട് സ്ക്വയർ.
അപ്പോൾ കൈനറ്റിക് എനർജി 1/2 mv². അപ്പോൾ നമുക്ക് 1/2 ml² തീറ്റ ഡോട്ട് സ്ക്വയർ എന്നാണ് കൈനറ്റിക് എനർജി എന്ന് വരിക. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജി നോക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mgh ആണ് എന്ത് പൊട്ടൻഷ്യൽ എനർജി, mgh. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഹൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ഹൈറ്റിന് നമുക്ക് ഇവിടെ നിന്നുള്ള ഹൈറ്റ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്നുള്ള ഹൈറ്റ് എഴുതാം. ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് എങ്ങോട്ടുള്ള ഈ ഹൈറ്റ് എഴുതാം, ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ്. ഇത് എച്ച്. ഈ ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ, ഇത് എൽ അല്ലേ, ഇങ്ങനെ വരുമ്പോൾ ഇത് എൽ ആവും. അപ്പോൾ എച്ച് അത് എൽ, ഇതോ ഇത് എൽ കോസ് തീറ്റ ആയിരിക്കും. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡാണ്, അപ്പോൾ എൽ കോസ് തീറ്റ. അപ്പോൾ ഇത്രയും ലെങ്ത് എല്ലും പിന്നെ ഇത് എൽ കോസ് തീറ്റയും. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ എൽ മൈനസ് എൽ കോസ് തീറ്റ. അപ്പോൾ എം ജി ഇൻറ്റു എൽ മൈനസ് എൽ കോസ് തീറ്റ. അപ്പോൾ എൽ പുറത്തേക്ക് എടുത്താൽ നമുക്ക് എം ജി ഇൻറ്റു എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ അതാണ് പൊട്ടൻഷ്യൽ എനർജി, എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വി ഈക്വൽ ടു എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ ലഗ്രാഞ്ചിനെ എഴുതാം. ലഗ്രാഞ്ചിന് എൽ ഈക്വൽ ടു ടി മൈനസ് വി. അപ്പോൾ ടി കിട്ടി നമുക്ക് എം ജി. അപ്പോൾ ടി മൈനസ് വി ആണെന്ത് ലഗ്രാഞ്ചൻ. ഇനി ലഗ്രാഞ്ചൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എൽ പ്ലസ് ഡോ എൽ ബൈ, അപ്പോൾ നമ്മളിവിടെ എഴുതി ഡോ, നോക്ക് ഇവിടെ നമ്മളെ ലഗ്രാഞ്ചൻ ഇക്വേഷനെ നമുക്ക് ഇവിടെ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് തീറ്റയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡോട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ലഗ്രാഞ്ചൻ ഇക്വേഷന് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമ്മളുടെ ഇതിനെ നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി റിസൾട്ട് എഴുതിയിട്ടുണ്ട് ഫൈനൽ. ഞാൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്താൽ കാണിച്ചു തരാം. ഓക്കെ, ഡിറൈവ് ചെയ്താൽ കാണിച്ചു തരാം. ഒരു ബ്ലാങ്ക് പേജ് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജി എത്രയാണ്, നമുക്ക് ലഗ്രാഞ്ചിന് എഴുതാം. ലഗ്രാഞ്ചിൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 1/2 ml തീറ്റ ഡോട്ട് സ്ക്വയർ, എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് ലഗ്രാഞ്ചൻ ഇക്വേഷൻ എഴുതാം. ലഗ്രാഞ്ചൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് കാണാം, ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട്. രണ്ടാമത്തെ ടൈമിൽ തീറ്റ ഡോട്ട് ഇല്ല, ആദ്യത്തെ ടൈമിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 ml² 2 തീറ്റ ഡോട്ട് എന്ന് വരും. അപ്പോൾ ഇതിൽ ഈ 2 ക്യാൻസൽ ആവും. അപ്പോൾ ഇത് ml² തീറ്റ ഡോട്ട് എന്ന് വരും. അപ്പോൾ അത് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും, ഡി ബൈ ഡി ടി ഓഫ് ml² തീറ്റ ഡോട്ട് എന്ന് വരും. അപ്പോൾ ml² തീറ്റ ഡോട്ടിന് ml² കോൺസ്റ്റൻ്റ് ആണ്, തീറ്റ ഡോട്ടിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ തീറ്റ ഡബിൾ ഡോട്ട് എന്ന് വരും. അപ്പോൾ നമുക്ക് ലഗ്രാഞ്ചിൻ ഇക്വേഷനിലെ ഫസ്റ്റ് ഇത് കിട്ടി. ഓക്കെ, ഫസ്റ്റ് കിട്ടി. രണ്ടാമത്തേത് ഡോ എൽ ബൈ ഡോ തീറ്റയാണ്. അപ്പോൾ ഡോ എൽ ബൈ ഡോ തീറ്റ ഫസ്റ്റ് ടൈമിൽ എന്തായാലും തീറ്റ അല്ല ലഗ്രാഞ്ചിൽ, രണ്ടാമത്തെ ടൈമിൽ തീറ്റ ഉള്ളൂ. രണ്ടാമത്തെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഡോ എൽ ബൈ ഡോ തീറ്റ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ തീറ്റ ഓഫ് രണ്ടാമത്തെ ടൈം എന്താണ്, മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് മൈനസ് പ്ലസ് എം ജി എൽ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇതെന്തായി, ഡോ എൽ ബൈ ഡോ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഇതിൽ തീറ്റ ഇല്ലാത്തതുകൊണ്ട് ഇത് 0, ഇതിൽ കോസ് തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേമും കിട്ടി. ഫസ്റ്റ് ലഗ്രാഞ്ചിൻ ഇക്വേഷനിലെ ഫസ്റ്റ് ടേം എഴുതി, രണ്ടാമത്തെ ടേം എഴുതി. ഇനി നമുക്കതിനെ എന്താക്കാം, ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ഫസ്റ്റ് ടേം, അപ്പോൾ അത് ml² തീറ്റ ഡബിൾ ഡോട്ട് നീട്ടി മൈനസ് എം ജി എൽ സൈൻ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ ml² തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ
സൈൻ തീറ്റ ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് സെറ്റിനും ഗേറ്റിനും നെറ്റിനൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിൽ ഏറ്റവും സിമ്പിൾ സിസ്റ്റമാണ് എന്ത് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ. ചോദിക്കുകയാണെങ്കിൽ തന്നെ അതേ ചോദിക്കുള്ളൂ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് എഴുതാൻ പറ്റണം. ഇനി ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യണം. അതെന്താണ് പറയുക, സ്മാൾ ആംഗിളാണ് ഈ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ വളരെ സ്മാൾ ആംഗിൾ നമ്മൾ ചെറിയ ഹൈറ്റിലേക്ക് അതിന് കൊടുത്തിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യണം സ്മാൾ ആംഗിൾ. ഇപ്പോൾ സ്മാൾ ആംഗിൾ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ ആയിരിക്കും. ഫോർ സ്മാൾ ആംഗിൾ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. അപ്പോൾ നമുക്കിനെ ml² തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് mgl ഇൻറ്റു തീറ്റ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. എം കോമൺ ആണല്ലോ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്, എം കോമൺ ആണ്. അപ്പോൾ എമ്മിനെ നമുക്ക് ക്യാൻസൽ ആക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എല്ലും കോമൺ ആണ്, ഇവിടെ L² ഉണ്ട്, ഇവിടെ ഒരു L ഉണ്ട്. അപ്പോൾ ഈ ഒരു എല്ലിനെ ക്യാൻസൽ ആക്കാം. അപ്പോൾ എൽ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി എൻ്റെ ഇക്വേഷൻ നമ്മൾ എല്ലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതാണ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഫോർ സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, അത് ω² ഈക്വലാണ് ω² ആംഗുലാർ ഫ്രീക്വൻസി ജി ബൈ എൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഒമേഗ എഴുതാം, ω ഈക്വൽ ടു √g/L. പിന്നെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2π/2π ടൈം പീരീഡ് ആണ്. അപ്പോൾ 2π ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു √g/L. അപ്പോൾ ടൈം പീരീഡിൻ്റെ ഫോർമുല, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ചെയ്ത് t/2π ഈസ് ഈക്വൽ ടു √L/g. രണ്ട് ഭാഗത്തും റെസിപ്രോക്കൽ എടുത്തു. അപ്പോൾ t ഈക്വൽ ടു 2π ഇൻറ്റു √L/g. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എഴുതി. ഇപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഫോർമുല ഒരുപാട് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഓർമ്മിച്ചേക്കുക. അതൊക്കെ നമുക്ക് ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലഗ്രാഞ്ചിയൻ ഇക്വേഷനും ഡിറൈവ് മനസ്സിലാക്കുക. പിന്നെ ഇതിലെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് തീറ്റ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ലഗ്രാഞ്ചിയൻ എന്താണെന്നും ഇതിലെ കൈനറ്റിക് എനർജി എന്താണെന്നും പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഗ്രാഞ്ചിയനും അതിൻ്റെ ഡിഅലംബർട്ട് പ്രിൻസിപ്പിൾ പിന്നെ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ തീർന്നു. അപ്പോൾ ഞാനൊന്നിനെ അതിനെ സമ്മറൈസ് ചെയ്യാണ്. ഇപ്പോൾ ഡിഅലംബർട്ട് പ്രിൻസിപ്പിൾ എന്താ ചെയ്യുന്നത്, ഡിഅലംബർട്ട് പ്രിൻസിപ്പിൾ കൺവേർട്സ് ഡൈനാമിക് ടു വെർച്വൽ വർക്ക് ഫോം. അതായത് ഡൈനാമിക് പ്രോബ്ലത്തെ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു 0 എന്നോ അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ആക്ച്വൽ ഫോഴ്സ് പ്ലസ് ഇനർഷ്യൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നതോട് കൂടി നമ്മളെ ഒരു മൂവിങ് ഇക്വേഷൻ, ഒരു ഡൈനാമിക് ഇക്വേഷൻ ഒരു സ്റ്റേഷനറി പാർട്ടിക്കിളിൻ്റെ ഇക്വേഷനെ പോലെ ആവുകയാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഈസിയായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമുക്ക് കൈനറ്റിക് എനർജി റിലേഷന് നമ്മൾ അതിൽ നിന്ന് ലഗ്രാഞ്ചിയനും കൈനറ്റിക് എനർജി റിലേഷന് ജനറലൈസ്ഡ് ഫോഴ്സ് നമ്മൾ എഴുതി ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി. പിന്നെ അതിൽ നിന്ന് നമ്മൾ ജനറലൈസ്ഡ് ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എഴുതി. പിന്നെ നമ്മൾ ലഗ്രാഞ്ചിയൻ ഇക്വേഷനെ ഡിറൈവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പ് ചെയ്തിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആപ്പിൽ കാണാൻ പറ്റും ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാനുള്ള. അപ്പോൾ അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ദിസ് ക്ലാസ് ഈസ് ഓവർ.